بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരികയും നമ്മൾ നമസ്കരിച്ച നമസ്കാരത്തെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹലായ ഫضല്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ് കേൾക്കാനുള്ള ഇരുത്തം, അതിനുള്ള അവസരം അള്ളാഹു നമ്മുടെ ജീവിതത്തിലുടനീളം നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ആന എന്ന അധ്യായമാണ്. ഫീൽ എന്ന് പറഞ്ഞാൽ ആന എന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആന എന്ന് ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടിരിക്കുന്നത്. അഥവാ AD 571 ഏപ്രിൽ മാസം 2-ാം തീയതി ചരിത്രത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു സംഭവത്തിന് ലോകം സാക്ഷിയായി. അത്തരം ഒരു സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അഥവാ ആ വർഷത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ ജനിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. സംഭവം ഇങ്ങനെയാണ്. വിവിധ തലങ്ങളിലൂടെ ഈ ചരിത്ര സംഭവം താരീഖിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അഥവാ എത്യോപ്യയിലെ നജാഷി രാജാവ് യമനിലെ ഗവർണറായി, യമനിലെ ഭരണാധികാരിയായി അബ്രഹത്ത് എന്നൊരാളെ നിയോഗിക്കുകയാണ്. നസ്രാനിയാണ്, ക്രിസ്ത്യാനിയാണ്. അങ്ങനെ അബ്രഹത്ത് യമനിലെത്തി രാജാവിനോടുള്ള പ്രീതിയും രാജാവിനോടുള്ള വലിയ അദമ്യമായ സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ പ്രതീകമായി അദ്ദേഹം യമനിൽ വലിയൊരു കനീസ നിർമ്മിക്കുകയുണ്ടായി. കനീസ എന്ന് പറഞ്ഞാൽ ചർച്ച് നിർമ്മിക്കുകയുണ്ടായി. വളരെ വിശാലമായ മനോഹരമായ കൊത്തുപണികളൊക്കെ കൂടിയ, ജനഹൃദയങ്ങളെ അവിടേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ വിശാലമായ ഒരു ചർച്ച് നിർമ്മിക്കുകയുണ്ടായി. ചർച്ച് നിർമ്മിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം, ആ കാലഘട്ടത്തിൽ അറബികൾ പരിശുദ്ധമായ കഅബാലയത്തെ വലിയ മഹത്വവൽക്കരിക്കുകയും കഅബാലയത്തിലേക്ക് യാത്ര ചെയ്ത് പോവുകയും കഅബ സന്ദർശിക്കുകയും കഅബ തവാഫ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം അത് ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം കഅബയ്ക്കുണ്ടായിരുന്നു. ഇതിൽ അരിശം പൂണ്ട് ഇനി നമ്മുടെ രാജ്യത്തിലുള്ളവരും മറു രാജ്യങ്ങളിലുള്ളവരും ഈ ചർച്ചിലേക്ക്, ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വരികയും അതിലൂടെ നമ്മുടെ രാജാവിൻ്റെ സ്മരണ നിലനിൽക്കുകയും ചെയ്യണം എന്ന് അയാൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ചർച്ച് പണിതത്. ഒരു നാടോടിയായ അറബി ഇത് തിരിച്ചറിഞ്ഞ് അയാൾ ആ കനീസയിൽ കടന്നു ചെന്ന് മലിനപ്പെടുത്തുകയുണ്ടായി. ഇതിൽ സുഭിതനായ അബ്രഹത്ത് അന്നൊരു തീരുമാനമെടുത്തു. ആ ചർച്ചിൻ്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് അയാളൊരു തീരുമാനമെടുത്തു. ഇതിന് പകരമായി കഅബം തകർക്കുക തന്നെ ചെയ്യും, കഅബാലയം തകർക്കും എന്ന് അയാൾ തീരുമാനമെടുത്തു.
അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കി. 60,000-ഓളം വരുന്ന സൈന്യത്തെ തയ്യാറാക്കി. ആ സൈന്യത്തിന്റെ കൂട്ടത്തിൽ ഏകദേശം 12-ഓളം അല്ലെങ്കിൽ 17, പല കണക്കുകൾ കിതാബുകൾ പറയുന്നുണ്ട്, ആനയുടെ സൈന്യത്തെയും അയാൾ തയ്യാറാക്കി. അതിനാണ് ആനക്കലഹവർഷം, ആനപ്പട എന്നൊക്കെ പറയുന്നത്. ആമുൽ ഫീൽ, ആനക്കലഹവർഷം. ആ സൈന്യത്തിനോടൊപ്പം ആനയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യുദ്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിരോധം, അങ്ങനെ ഒരു സൈന്യം ലോകത്ത് ആദ്യമായിട്ടാണ്, അന്നും ഇന്നും. അങ്ങനെ ഒരു സൈന്യത്തെ തയ്യാറാക്കി 60,000 വരുന്ന പടയാളികളെയും അതിൻ്റെ മുന്നിൽ ആനകളുടെ സൈന്യത്തെയും തയ്യാറാക്കിക്കൊണ്ട് അബ്രഹത്തിന്റെ ആളുകളും ത്വായിഫ് ലക്ഷ്യം വെച്ചുകൊണ്ട് ത്വായിഫിലേക്ക് വന്നു. ഈ കടന്നു വരുന്ന വഴിയിൽ പ്രതിരോധം തീർത്ത പലരെയും അവർ കൊന്നു, വകവരുത്തി. അങ്ങനെ വിജയം വരിച്ചാണ് അവർ മുന്നോട്ട് വരുന്നത്. ഓരോ സ്ഥലങ്ങൾ പിന്നിടുമ്പോഴും ചെറിയ ചെറിയ സംഘങ്ങൾ അവരെ എതിർക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിരോധത്തെ മുഴുവനും തകർത്തുകൊണ്ടിട്ടാണ് അവർ മുമ്പോട്ട് കടന്നു വരുന്നത്. അങ്ങനെ ത്വായിഫിലെത്തി. ത്വായിഫുകാർ ചെറുത്തു നിൽക്കാൻ വേണ്ടി ശ്രമം നടത്തി, പക്ഷേ നടന്നില്ല, പരാജയപ്പെട്ടു. അവർ ഓടി ഒളിച്ചു. അങ്ങനെ പരിശുദ്ധമായ മക്കയുടെ ചാരത്തെത്തി. കഅബയുടെ വന്നിട്ടില്ല, മക്കയുടെ ചാരത്തെത്തി. എത്തിയിട്ട് അയാൾ സൈന്യത്തിൽപ്പെട്ട ഒരാളെ, അവിടുത്തെ ഭരണാധികാരിയെ ഒന്ന് കാണണം, ഭരണാധികാരിയോടൊക്കെ ഞങ്ങൾ ഇതുപോലെ കഅബ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഭരണാധികാരിയെ അറിയിക്കണം. അങ്ങനെ ആ ഭരണാധികാരിയെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ദൂതനെ അയച്ചു. ഇതിനിടയിൽ വഴിയിൽ കണ്ട ഒട്ടകക്കൂട്ടങ്ങളെ അവർ കവർച്ച ചെയ്തെടുത്തു ഈ അബ്രഹത്തിന്റെ സൈന്യം. അന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുമതലക്കാരനും മക്കയുടെ ഭരണാധികാരിയും അബ്ദുൽ മുത്തലിബാണ്, അഥവാ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പുപ്പയാണ്, പിതാവിന്റെ പിതാവാണ് അന്ന് ആ സ്ഥാനം അലങ്കരിക്കുന്നത്. അന്ന് മക്കയുടെ ഭരണാധികാരി മൂപ്പരാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് കഅബാലയത്തിന്റെ ആധിപത്യവും അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അങ്ങനെ ദൂതൻ വന്നു, അബ്ദുൽ മുത്തലിബിനെ കണ്ടു. ഇതേപോലെ അബ്രഹത്ത് വലിയൊരു സൈന്യവുമായി കഅബ പൊളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? ഈ ദൂതനോടൊപ്പം പരിശുദ്ധമായ മക്കയുടെ അതിർത്തിയിലേക്ക് പുറപ്പെട്ടു. രാജാവിനെ നേരിൽ കണ്ടു. പതിവിന് വിരുദ്ധമായി രാജാവ് അബ്ദുൽ മുത്തലിബിനെ കണ്ടപാടെ, കാരണം അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ നല്ല തടിച്ച് നല്ല വണ്ണമുള്ള ഹുസ്നുൽ മൻദർ, കണ്ടാൽ നല്ല മനോഹരമായ മുഖം, അതീവ സുന്ദരനും നല്ല തടിച്ച ശരീരവുമുള്ള ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. ഈ സൗന്ദര്യം കണ്ടപ്പോൾ തന്നെ അബ്രഹത്തിന് ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു ബഹുമാനം തോന്നി. അങ്ങനെ അയാളത്തിൽ അദ്ദേഹത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുത്തു. പരവതാനി വിരിച്ചിട്ട് ആ വിരിപ്പിൽ അബ്ദുൽ മുത്തലിബിനെ ഇരുത്തിയിട്ട് പറഞ്ഞു, അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ വന്ന് ഈ സമയത്ത് അബ്ദുൽ മുത്തലിബ് മക്കക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഒരു സൈന്യം ഇവിടെ എത്തിയിട്ടുണ്ട്, ആ സൈന്യത്തിനെ നമുക്ക് എതിരിടാനൊന്നും കഴിയുകയില്ല, പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന മലമുകളിൽ കയറി നിങ്ങൾ അഭയം പ്രാപിച്ചുകൊള്ളി, മലമുകളിൽ നിങ്ങൾ സുരക്ഷിതരായിക്കൊള്ളി. അങ്ങനെ ആളുകളെ മുഴുവനും മലമുകളിൽ സുരക്ഷിതമാക്കിയിട്ടാണ് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുക്കൽ സംഭാഷണത്തിന് വേണ്ടി വരുന്നത്. ചരിത്ര വിശാലമാണ്. അങ്ങനെ വന്നപാടെ പറഞ്ഞു, ഞങ്ങൾ കഅബാലയം ആക്രമിക്കാൻ വേണ്ടി വന്ന സൈന്യമാണ്, സംഘമാണ്, ഞങ്ങൾ കഅബ ആക്രമിക്കാൻ പോവുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അബ്ദുൽ മുത്തലിബ് ചോദിച്ചു. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങളുടെ ആൾക്കാർ എൻ്റെ 200 ഒട്ടകത്തിനെ കവർച്ച ചെയ്തു, കൊള്ള ചെയ്തു എന്ന് എനിക്കറിയാൻ കഴിയും, വിവരം കിട്ടി. അപ്പൊ അത് കിട്ടണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. അപ്പൊ അബ്രഹത്ത് പറഞ്ഞു, എത്ര വലിയ കാര്യം, മക്കയുടെ ഭരണാധികാരി, കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ആ കഅബാലയം പൊളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ
ഇയാൾ പറയുന്നത് എന്താണ്? അയാളുടെ 200 ഒട്ടകങ്ങളെ കവർച്ച ചെയ്തെടുത്തിട്ടുണ്ട്, ആ ഒട്ടകങ്ങളെ തിരിച്ചു കിട്ടണം എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ കഅബത്തിനേക്കാളും ഇദ്ദേഹത്തിന് താല്പര്യം ഒട്ടകത്തിനോടാണ്. അപ്പൊ ചോദിച്ചു, അല്ല, ഞങ്ങളുടെ മാറ്റർ അതല്ല, കഅബം പൊളിക്കലാണ് ഞങ്ങളുടെ മാറ്റം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, എന്റെയാണ് ഒട്ടകം, ആ ഒട്ടകങ്ങൾ എനിക്ക് വിട്ടുകിട്ടണം. പക്ഷേ ഹാദാ ബൈത്തുല്ലാഹിൽ ഹറാം, ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണ്. കഅബ എന്ന് പറയപ്പെടുന്നത് അള്ളാഹുവിന്റെ പവിത്രമായ ഭവനമാണ്. അതിന്റെ ഉടമസ്ഥൻ ഞാനല്ല, അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹു തീരുമാനിച്ചോളും നിങ്ങൾക്ക് പൊളിക്കണോ പൊളിക്കണ്ടാതിരിക്കണോ എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചോളും. എനിക്ക് ഒട്ടകത്തിന്റെ കാര്യത്തിലേ എനിക്ക് പ്രശ്നമുള്ളൂ, എന്റെ ഒട്ടകം വിട്ടു തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ അബ്രഹത്തിന്റെ സംഗതി എളുപ്പമായി എന്ന് തോന്നി. അബ്രഹത്തിന് ഇത് ഒട്ടകത്തിനെ വിട്ടുകൊടുത്തു. ഇദ്ദേഹം ഒട്ടകത്തിനെയും കൂട്ടിക്കൊണ്ട് ഇദ്ദേഹം അതിന് പാട്ടിൽ പോയി. അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് മടങ്ങി പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് തന്റെ ഒട്ടകങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം സൈന്യത്തെ തയ്യാറാക്കി വിശുദ്ധമായ മക്കയുടെ അതിർത്തിയിൽ നിന്ന് പ്രവേശിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉടമസ്ഥൻ, പവിത്രമായ ഭവനത്തിന്റെ ഉടമസ്ഥൻ, ആ അള്ളാഹു തീരുമാനിച്ചു ഈ സൈന്യത്തെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ പക്ഷിക്കൂട്ടങ്ങളെ, അബാബീൽ എന്ന് പറയപ്പെടുന്ന പക്ഷിക്കൂട്ടുകളെ, കുരുവികളെ, അവരുടെ ചുണ്ടുകളിലും അവരുടെ കാലിന്റെ വിരലുകളുടെ ഇടയിലും നരകത്തിൽ നിന്ന് ചുട്ടെടുക്കപ്പെട്ട തരിക്കല്ലുകൾ, ആ കല്ലുകളിൽ വന്നിട്ടുള്ള സൈന്യത്തിന്റെ ഓരോരുത്തരുടെയും പേരുകൾ പോലും ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ആ പക്ഷിക്കൂട്ടങ്ങൾ പറന്നു വന്ന് ഈ സൈന്യത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് ഈ ചെറിയ ചരൽക്കല്ലുകൾ, ചുട്ടെടുത്ത ചരൽക്കല്ലുകൾ അവരുടെ മുകളിലേക്ക് ഇടുകയും, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ബോംബ്. ഇതോടുകൂടി ആ സൈന്യം മുഴുവനും ചത്തൊടുങ്ങുകയും കരിഞ്ഞൊടുങ്ങുകയും ചെയ്തു. അവിടെ മുഴുവനും വലിയ ദുർഗന്ധമായി. ആനകളും ചത്തുവീണു, മനുഷ്യരും ചത്തുവീണു. ദുർഗന്ധമായി ചീഞ്ഞ് നാറാൻ തുടങ്ങി. ആ നാറ്റം പലയിടങ്ങളിലേക്കും പരന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ മഴ വർഷിപ്പിച്ചു. അല്ലാഹു കഴുകി വൃത്തിയാക്കി. ആ ജഡങ്ങളെ മുഴുവനും അല്ലാഹു ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയി പവിത്രമാക്കി, പരിശുദ്ധമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരണം നടത്തുകയുണ്ടായി. അബ്രഹത്ത് ആ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം പിന്നീട് വലിയ രോഗബാധിതനായി. ആരാലും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം പിന്നീട് ചത്തൊടുങ്ങുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, ആ സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നബിയെ, താങ്കൾ കണ്ടില്ലേ നബിയെ, ആനകളുടെ സൈന്യത്തെ, ആനക്കാരെ താങ്കളുടെ നാഥൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് താങ്കളൊന്ന് നോക്കണേ, താങ്കളൊന്ന് മനസ്സിലാക്കണേ. അള്ളാഹിന്റെ റസൂലിന്റെ ജനിക്കുന്ന ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നടന്ന വലിയൊരു മഹാസംഭവത്തെ അള്ളാഹുവിന്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മനസ്സിലാക്കി കൊടുക്കുകയാണ്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അഥവാ അവരുടെ മുഴുവൻ കുതന്ത്രങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളഞ്ഞില്ലേ? കഅബം ആക്രമിക്കാനുള്ള അവരുടെ തന്ത്രത്തെ അല്ലാഹു പൊളിച്ചവരുടെ കയ്യിലേക്ക് കൊടുത്തില്ലേ? എങ്ങനെയാണ്? വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അവരുടെ നേരെ അല്ലാഹു പക്ഷിക്കൂട്ടങ്ങളെ അയച്ചു. ഒരു പ്രത്യേകതരം കുരുവികളുടെ രൂപത്തിലുള്ള ചെറിയ പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നേരെ അയച്ചു. തർമീഹിം ബിഹിജാറത്തിൻ
ഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടെടുത്ത കല്ലുകൾ കൊണ്ട് ആ പറവകൾ അവരെ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ നേരെ അല്ലാഹു പറവകളെ അയക്കുകയും ചുട്ടെടുത്ത കല്ലുകൾ അവരുടെ നേരെ പറവകൾ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ചവച്ചരച്ച കച്ചിത്തുരുമ്പുകൾ പോലെ അവരെ അല്ലാഹു ആക്കി തീർക്കുകയുണ്ടായി. 60,000 വരുന്ന സൈന്യം, 60,000 വരുന്ന ആൾക്കൂട്ടം സൈന്യം, അതിന്റെ മുന്നിൽ ആനയുടെ പട. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ കഅബാലയത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ആ കഅബാലയത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു അത് ഏറ്റെടുക്കുകയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് നിർവഹിക്കുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുക്കൽ നിന്ന് മടങ്ങിയിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് വന്ന് കഅബാലയത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ചില ദുആകൾ ചെയ്തു, പ്രാർത്ഥന നടത്തി അബ്ദുൽ മുത്തലിബ്. അതിൽ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്: ലാ ഹമ്മ ഇന്നൽ മർഅ യംനാ റഹ്ലുഹു ഫംനഅ ലിഹാലക ലാ യഗ്രിബന്ന സലീബഹും. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഭവനം ലോകരുടെ ആരാധനാ കേന്ദ്രമായി, വിശ്വാസികളുടെ ആശാകേന്ദ്രമായി നീ പടുത്തുയർത്തപ്പെട്ട ഭവനം, ആ ഭവനത്തിന്റെ ഉടമസ്ഥൻ നീയാണ് അല്ലാഹ്. ആ ഭവനത്തെ നിലനിർത്തേണ്ടത് നിന്റെ ബാധ്യതയാണ് അല്ലാഹുവേ. അതുകൊണ്ട് നിന്റെ ഭവനത്തെ നീ സംരക്ഷിച്ചു കൊള്ളണം. അബ്ദുൽ മുത്തലിബിന്റെ ദുആ അല്ലാഹു ഉടൻ കേൾക്കുകയാണ്. അല്ലാഹു സംരക്ഷണം ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ ആ സൈന്യത്തെ മുഴുവനും അള്ളാഹു കൊന്നൊടുക്കുകയുണ്ടായി. AD 571 ഏപ്രിൽ മാസം 2-ാം തീയതി. കൃത്യമായ താരീഖ് രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രമാണ്. ഈ ചരിത്രം നമ്മൾ മാത്രമല്ല പറയുന്നത്, ക്രിസ്ത്യാനികളുടെ അവരുടെ ദൈവിക പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന ചില പുസ്തകങ്ങളിലും ഈ സംഭവം രേഖപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടിട്ടാണ് ഇത് അറിയപ്പെടുന്ന ചരിത്രമായി. പക്ഷേ ചില ഉൽപ്പദഷ്ണുക്കളായ ആളുകൾ ഇങ്ങനെ ഒരു സംഭവം അബ്രഹത്തിന്റെ മേൽ അബ്രഹത്ത് കെട്ടിച്ചമച്ചതാണ് എന്നും ചില ആളുകൾ, അദ്ദേഹത്തിനോട് വിരോധമുള്ള ആളുകൾ, അങ്ങനെയും ചില ആളുകൾ പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും അത്തരം ഒരു സംഭവത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് മക്കയിലാണ്. 5 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.